ഹലോ ഫ്രണ്ട്സ്, SSC CGL 2025 നോട്ടിഫിക്കേഷൻ ഇന്ന് ഔട്ടായിരിക്കുകയാണ്. 14,582 വേക്കൻസീസ് ആണ് 2025 SSC CGL എക്സാമിനേഷൻ വഴി റിക്രൂട്ട് ചെയ്യുന്നത്. 14,582 എന്നത് ഇനീഷ്യൽ വേക്കൻസീസ് ആണ്. ആ വേക്കൻസീസ് ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അപ്ഡേറ്റുകൾ അനുസരിച്ച് മാറുന്നതാണ്. സോ 14,582 എന്നത് ടെൻഡേറ്റീവ് വേക്കൻസി മാത്രമായിട്ട് നമ്മൾ എടുത്താൽ മതി. സോ ടോട്ടൽ വേക്കൻസീസ് ഒരു 16,000-ലധികം പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയല്ലാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ 4/7/2025 വരെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ്. 4/7/2025 വരെയാണ്. 4/7/2025 വെച്ചിട്ടാണ് ക്രൂഷ്യൽ ഡേറ്റ്സ് എല്ലാം കണക്കാക്കിയിരിക്കുന്നത്. OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം ക്രൂഷ്യൽ ഡേറ്റ്, ഈ കാറ്റഗറിയിലെല്ലാം പെടേണ്ട ക്രൂഷ്യൽ ഡേറ്റ് കണക്കാക്കിയിരിക്കുന്നതെല്ലാം 4/7/2025 വെച്ചിട്ടാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 4/7/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 5/7/2025 വരെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 5/7/2025 ആണ്. കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് 2 ദിവസം, 9, 10, 11. 9-ാം തീയതി മുതൽ 9/7/2025 മുതൽ 11/7/2025 വരെ കറക്ഷൻ വിൻഡോ അവൈലബിൾ ആണ്. ഈ വർഷം 2 കറക്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏറ്റവും അവസാനം വരുന്നുണ്ട്. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Tier 1 എക്സാമിനേഷൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് പറയുന്നത് 13 ഓഗസ്റ്റ് തൊട്ട് 30 ഓഗസ്റ്റ് വരെയാണ്. 13 ഓഗസ്റ്റ് മുതൽ 30 ഓഗസ്റ്റ് വരെയാണ്. Tier 2 2025 ഡിസംബറിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരിയോടുകൂടി നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാർച്ച് ആദ്യം ഫെബ്രുവരി അവസാനമായിട്ട് നമുക്ക് റിസൾട്ടുകൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ ഷെഡ്യൂളുകളിലും എക്സാമിനേഷൻ സിലബസുകളിലും ഒന്നും യാതൊരുവിധ മാറ്റവും, പാറ്റേണിലൊന്നും യാതൊരുവിധ മാറ്റവും ഈ വർഷം SSC വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഈ വർഷവും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തിക ഈ വർഷവും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്കറിയാം, അത് കേസിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസിഷൻ ഇതുവരെ വരാത്തത് കൊണ്ടായിരിക്കാം. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റുകൾ ഈ വർഷവും ഇല്ല. അപ്പം ലെവൽ 7 മുതലുള്ള പോസ്റ്റുകൾ മാത്രമേ ഈ വർഷവും ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ടുള്ള പോസ്റ്റുകൾ നമുക്കറിയാം. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ്, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇൻസ്പെക്ടർ കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, പ്രിവെൻറ്റീവ് ഓഫീസർ, എക്സാമിനർ, ഈ പോസ്റ്റുകളെല്ലാമാണുള്ളത്. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട്, CBI സബ് ഇൻസ്പെക്ടർ, ഇത് പോസ്റ്റുകളെല്ലാം നമുക്ക് വിശദമായിട്ട് അറിയാവുന്ന പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. സോ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓഫീസ് സൂപ്പറിൻറ്റൻറ്റ്, CBDT അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റ് പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രൂപ്പ് ബി പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് നമുക്കറിയാം 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ എല്ലാം കണക്കാക്കുന്നത് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ് വെച്ചിട്ടാണ്. 4/7/2024 വെച്ചിട്ടാണ് ഏജ് റിലാക്സേഷൻ കണക്കാക്കുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്ക് നമുക്കറിയാം 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. OBC കാറ്റഗറിക്കാർക്ക് 3 വർഷവും SC/ST-കാർക്ക് 5 വർഷവും റിലാക്സേഷൻ ഉണ്ട്. ഈ വർഷത്തെ പ്രത്യേകത മിക്കവാറും ഗ്രൂപ്പ് ബി പോസ്റ്റുകളുടെ എണ്ണം ഗ്രൂപ്പ് സി പോസ്റ്റുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റിനെ ഓൾമോസ്റ്റ് 6,000-ലധികം വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ബാക്കിയെല്ലാം നമ്മൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുകളും ബാക്കിയെല്ലാത്തിൽ ഒരു മാറ്റമില്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുകളെല്ലാം ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡുകളുള്ള പോസ്റ്റുകളിലെല്ലാം. സോ വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. 14,582 വേക്കൻസീസ് ആണുള്ളത്. ആ 14,582 വേക്കൻസീസിലെ സ്റ്റേറ്റ് വൈസും സോൺ വൈസും വേക്കൻസീസ് ഒന്നും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കയ്യിലില്ല എന്ന് പറയുന്നു. കൺസേൺഡ് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ആ വേക്കൻസീസ് സ്റ്റേറ്റ് വൈസ് ആയിട്ടും സോൺ വൈസ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഈ എക്സ് സർവീസ് മാൻ ആൾക്കാർക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. എക്സ് സർവീസ് മെൻമാർക്ക് അത്ര മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ പോസ്റ്റ് ഫോർ വിച്ച് ഏജ് ലിമിറ്റ് ഈസ് 18 to 27 years. അതായത് ഗ്രൂപ്പ് സി പോസ്റ്റുകളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത പോസ്റ്റുകൾക്ക് നോട്ട് ഏർലിയർ ദാൻ 2/8/1998 ഓഗസ്റ്റ് 2-ാം തീയതിക്ക് മുന്നേ ജനിച്ചവരായിരിക്കരുത്. ആൻഡ് 1/8/2007 ശേഷവും ജനിച്ചവരായിരിക്കും. അതായത് 18 മുതൽ 27 വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 20 to 30 years ഏജ് ലിമിറ്റ് ഉള്ള പോസ്റ്റുകൾ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അവർ 2/8/1995 മുമ്പേ ജനിച്ചവരായിരിക്കരുത്. ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/8/2005. 1/8/2005 ശേഷവും ജനിച്ചവരായിരിക്കരുത്. 18 to 30 years സംവാട്ട് സിമിലർ നമുക്കറിയാം. 1/8/2007 ശേഷം ജനിച്ചവരായിരിക്കരുത്. അപ്പർ ഏജ് ലിമിറ്റിൽ 2/8/1995 ആണ്.
8 into 32 years എന്ന് പറഞ്ഞാൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്കുള്ള പോസ്റ്റാണ്. അതിന് 1993 മുമ്പേ ജനിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. 1993 ശേഷം ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST 5 വയസ്സുണ്ട്. OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ 3 വയസ്സുണ്ട്. PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഉള്ളതാണെങ്കിൽ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളതാണെങ്കിൽ അവർക്ക് 10 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഇതിൽ അലവബിൾ ആണ്. അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി OBC ആണെങ്കിൽ അവർക്ക് 3 വർഷം കൂടി കൂടുതൽ കിട്ടും. എക്സ് സർവീസ്മാൻമാർക്ക് 3 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് അവർക്കറിയാം അവരുടെ സർവീസ് കൗണ്ട് ചെയ്യുന്നത് അവരുടെ സർവീസ് പീരീഡ് എത്രയാണോ അത് കുറച്ചിട്ടാണ് അവരുടെ ഏജ് കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് അവർക്ക് 3 years റിലാക്സേഷൻ കൂടി എക്സ് സർവീസ്മാൻകാർക്ക് അവൈലബിൾ ആണ്. ബാക്കി നമുക്ക് അത്രയും ഇതായിട്ടുള്ള കാര്യമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് സെയിം റെക്കോർഡ് ഇൻ ദ മെട്രിക്കുലേഷൻ ഓർ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള ഏജ് ആയിരിക്കും നമുക്ക് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഏജ് എത്രയാണോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് എത്രയാണോ ആ ഏജ് ആയിരിക്കും നമുക്ക് കൗണ്ട് ചെയ്യുക. ഈവൻ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഏജിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ ഏജ് കാണിച്ചിരിക്കുന്നത്, എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിരിക്കുന്നത്, ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും നമ്മളുടെ ഏജ് കണക്കാക്കാൻ വേണ്ടി കൗണ്ട് ചെയ്യുക. സോ ഇതെല്ലാം എക്സ് സർവീസ്മാൻ എന്താണെന്നുള്ളത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അത് അവർക്ക് നമ്മളെക്കാട്ടും കൂടുതൽ അറിയാം, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. സോ ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് പറയുന്നുണ്ട്. സോ ഫോർമാറ്റ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഓരോന്നും നമുക്ക് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ഏജൻസീസ് നമുക്കറിയാം. ആ ഏജൻസീസിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഡേറ്റ്സും ഇതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഡേറ്റ്സ് എല്ലാം നമ്മൾ വാങ്ങേണ്ടത് ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC ST the age relaxation etc. were not specified, otherwise will be the closing date of the receipt of online application. So online application closing date എന്ന് പറഞ്ഞാൽ 4/7/2025 ആണ് ആദ്യം പറഞ്ഞത്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ കാറ്റഗറിയിലായിരിക്കണം. ആ ഡേറ്റിൽ നിങ്ങൾ ഈ കാറ്റഗറിയിലായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് EWS കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ ആ ഡേറ്റിൽ EWS ആയിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് OBC കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ ആ ഡേറ്റിൽ OBC ആയിരിക്കണം. സോ OBC സർട്ടിഫിക്കറ്റിന് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ നോൺ ക്രീമിലിയർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിന് നോർമലി 3 years വാലിഡിറ്റി ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ ഈ ക്രൂഷ്യൽ ഡേറ്റ് 4/7/2024 ആണെങ്കിൽ 4/7/2025 ആണെങ്കിൽ 5/7/22 മുതലുള്ള OBC സർട്ടിഫിക്കറ്റ്സ് വാലിഡാണ്, 3 വർഷം വാലിഡാണ്. എന്നാലും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇത് 5/7/24 ശേഷം എടുത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. 5/7/24 മുതൽ 4/7/25 മുമ്പുള്ള ഒരു ഡേറ്റിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഈ 5/7/2022 ശേഷമുള്ളതാണെങ്കിലും ഇഷ്യൂസ് ഇല്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് 3 വർഷത്തെ OBC സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. വിച്ച് മീൻസ് അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നെയുള്ള പിന്നീടുള്ള ടെൻഷനും ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, കാരണം നമ്മൾ OBC സർട്ടിഫിക്കറ്റ് ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ 1 year എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 5/7/24 ശേഷം നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ EWS കാറ്റഗറി പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് വാലിഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26 എന്ന് പറയുന്നത് 25-26 ഫിനാൻഷ്യൽ ഇയറിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി 24-25 EWS ആയിരിക്കണം. 24-25 EWS ആയിരിക്കണം. സോ നിങ്ങൾക്ക് ഇൻകം ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 24-25 നിങ്ങൾ EWS ആണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 1/4/2025 ശേഷമേ കിട്ടൂ. സോ 1/4/2025 ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഫിനാൻഷ്യൽ 25-26 അങ്ങനെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ 24-25 അല്ല, ഫിനാൻഷ്യൽ 25-26 ഫിനാൻഷ്യൽ 25-26 EWS കാറ്റഗറി കിട്ടാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ 24-25 നിങ്ങൾ EWS കാറ്റഗറിയിലാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ വാലിഡ് ഫോർ ഫിനാൻഷ്യൽ, അത് കൃത്യമായി ശ്രദ്ധിക്കണം. വാലിഡ് ഫോർ ഫിനാൻഷ്യൽ 25-26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിനാൻഷ്യൽ 24-25 EWS കാറ്റഗറിയിലാണ്. അതാണ് 25-26 ഫിനാൻഷ്യലിലേക്ക് വാലിഡ് ആയ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 24-25 ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടേ കിട്ടൂ. സോ 1/4/25 കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ്സ് കിട്ടുള്ളൂ. സോ 1/4/25 ശേഷം സർട്ടിഫിക്കറ്റ് എടുത്ത ആൾക്കാർ അവർ ആ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി നോക്കുക, EWS സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി നോക്കുക. അതിൽ ഫിനാൻഷ്യൽ 24-25 നിങ്ങൾ EWS കാറ്റഗറിയിലാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ EWS സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. സോ ഇവിടെ OBCക്ക് വീണ്ടും പറയുന്നുണ്ട് ഹി ഡസ് നോട്ട് ഫോൾ ഇൻ ദ ക്രീമി ലെയർ ഓൺ ദ ക്രൂഷ്യൽ ഡേ, ദാറ്റ് ഈസ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. സോ ഇതിൽ എല്ലാം ആണെങ്കിലും നിങ്ങൾ ഏജ് റിലാക്സേഷൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ അല്ലാതെ ഏജ് റിലാക്സേഷൻ എടുക്കുന്നില്ല ബട്ട് OBC കാറ്റഗറിയിൽ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യപ്പെടാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൽ വേറെ ഒന്നും പറയുന്നില്ല, വിത്തിൻ ദ ക്രൂഷ്യൽ കട്ട് ഓഫ് ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അവർ 1 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നൊന്നും പറയുന്നില്ല, അതാത് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടതാണ്. പക്ഷേ DOPTൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് 3 വർഷം വരെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദേ ആർ OBC നോൺ ക്രിമിനൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ള DOPTയുടെ സർക്കുലർ ഉണ്ട്. എന്നാലും നിങ്ങൾ 1 വർഷത്തിൻ്റെ ഉള്ളിലുള്ളത് മാക്സിമം എടുത്തു വെക്കുക. പിന്നീട് മെയിനായിട്ട് പറയുന്നത് നമ്മൾ OTRൻ്റെ കാര്യങ്ങളാണ്. OTRൻ്റെ കാര്യം, സ്ക്രൈബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു, പിന്നെ OTRൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നമുക്ക് അധികം റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സ്ക്രൈബിൻ്റെ കാര്യത്തിൽ അവർ OTR ആ സ്ക്രൈബും OTR രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞതാണ്. അത് മുമ്പ് OTRൻ്റെ ഒരു സംഭവം വന്നിരുന്നു. പിന്നെ ബേസിക് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാക്കി എല്ലാ ക്രൂഷ്യൽ ഡേറ്റും കണക്കാക്കുന്നത് 4/7/2025 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് 1/8/2025 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/8/2025 നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ ഡേറ്റ് 1/8/2025 മുമ്പായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഡിഗ്രി എക്സാം കഴിഞ്ഞ ആൾക്കാർക്ക് പോലും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ റിസൾട്ട് എന്തായാലും 1/8/2025 മുമ്പ് വരുന്നതാണ്. ഇതിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്ക് നിങ്ങൾക്കറിയാം ഡിഗ്രി വേണം, അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th ലെവൽ. +2 ലെവലിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് 60% മാർക്ക് കിട്ടിയിരിക്കണം. അതാണ് എന്തിനു വേണ്ടത്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ടുള്ള ഡിഗ്രി, സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു പേപ്പറായിട്ട് നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ 60% മാർക്ക് +2 മാത്സിന് വേണമെന്നുള്ള കണ്ടീഷൻ ഒഴിവായിക്കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അടുത്ത പോസ്റ്റിന് നിങ്ങൾക്ക് വേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് 6 സെമസ്റ്റർ ഓഫ് 3 ഇയർ ഡിഗ്രി കോഴ്സിന് നിങ്ങൾ എന്താക്കണം, അത് കൃത്യമായിട്ട് 6 സെമസ്റ്റർ പഠിച്ചിരിക്കണം. ആൻഡ് നോട്ട് സിംപ്ലി എ പേപ്പർ ഇൻ എനി പാർട്ട് ഓഫ് ദ ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിച്ച ആൾക്കാരൊക്കെ അല്ലെങ്കിൽ 4 സെമ്മിൽ മാത്രം ഡിഗ്രി മാത്തമാറ്റിക്സ് ആയിട്ട് കൂടുതൽ പഠിക്കും. അപ്പോൾ അവരെ അപ്ലൈ ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ ഡ്രീം ഒഴിവായി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് വീണ്ടും ഈ സെൻറ്റൻസുകൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. നോട്ട് സിംപ്ലി ആസ് എ പേപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡിഗ്രി മാത്സ് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ പേപ്പർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇതിന് ക്ലിക്ക് ഇടരുത്. സോ ഇതിന് സ്റ്റാറ്റിസ്റ്റിക്സ് 3 ഇയറിലും അല്ലെങ്കിൽ 6 സെമ്മിലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ ചാൻസുകൾ ഇല്ലാതാക്കരുത്. ബാക്കി എല്ലാ പോസ്റ്റിനും ഇനി ഡിഗ്രിയാണ്. അതിൽ റെക്കഗ്നൈഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലൻ്റ് എന്നാണ്. അതിങ്ങനെ കോളേജിൽ പോയി പഠിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വഴിയാണെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴിയാണ് ഡിഗ്രി എടുത്തതെങ്കിലും എല്ലാം നിങ്ങൾ എലിജിബിൾ ആണ്. സോ 1/8/2025 ഫൈനൽ ഇയർ എക്സാം എഴുതിയ ആൾക്കാർക്കും എലിജിബിൾ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ബാക്കി യൂണിവേഴ്സിറ്റിനെ പറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റിയൊക്കെ എലിജിബിൾ ആണെന്നുള്ള കാര്യമാണ് ഇതിലൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതാണ് പിന്നീട് പറയുന്നത്. സോ അപ്ലൈ ചെയ്യുന്നത് ഒന്നുകിൽ ssc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൈ SSC മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ 2/6/2025 നിങ്ങൾക്ക് ഒരു നോട്ടീസ് വന്നിരുന്നു OTR എങ്ങനെ ചെയ്യാന്നുള്ളത്, 1 ടൈം രജിസ്ട്രേഷൻ. സോ 1 ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ ആധാർ ആദ്യം വെരിഫൈ ചെയ്യണം പോയിട്ട്. ആധാർ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി അല്ല ഇതിന് ശേഷമാണ് നിങ്ങൾ OTR എടുത്തതെങ്കിൽ ഡെഫിനറ്റ്ലി ആധാർ ഒതൻറ്റിക്കേഷൻ വഴി മാത്രമേ 2/8 ശേഷം നിങ്ങൾക്ക് OTR എടുക്കാൻ പറ്റും. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാർ 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം പോയി ചെയ്യണം. SSCയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് SSCൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ വെബ്സൈറ്റിൽ ssc.gov.in പറഞ്ഞ വെബ്സൈറ്റിൽ, പുതിയ വെബ്സൈറ്റിൽ 1 ഇയറായി, ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോർമൽ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണ്ട, ഫോട്ടോഗ്രാഫ്സ്, പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ്സ് വേണ്ട. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു സ്ക്രീൻ തെളിയും, ആ സ്ക്രീനിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിൽ നിങ്ങളുടെ മുഖം വെച്ചിട്ട് ലൈവായിട്ട് നിങ്ങളുടെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുക. സിഗ്നേച്ചർ പക്ഷേ നിങ്ങൾക്ക് റെഡിലി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് വേണം. ആ സിഗ്നേച്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം.
ഈ ഫോട്ടോഗ്രാഫ്സ് വിത്തൗട്ട് സ്പെക്സ്, വിത്തൗട്ട് ക്യാപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം. സ്പെക്സ് ഉള്ള ഫോട്ടോഗ്രാഫ്സ് എല്ലാം റിജക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ നിങ്ങൾ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എന്നുള്ള സാധനം എന്ത് ചെയ്യില്ല, ആധാർ ബേസ് വിൽ നോട്ട് ബി റിജക്റ്റഡ്. അത് റിജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരുവിധ എല്ലാ ആൾക്കാരും നമ്മൾ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ടായിരിക്കും ഇതിൽ ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആധാർ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ ആധാർ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് അതിൽ സ്പെക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളുടെ ഒരു ലൈവ് ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കണം. ഈ ഫോട്ടോയിലുള്ള അതേപോലത്തെ ഒരാളായിരിക്കണം അവിടെ പോയിട്ട് എക്സാം എഴുതുന്നത്. അതേ ആൾ തന്നെയായിരിക്കണം എക്സാം എഴുതാന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ആധാർ ഒതൻറ്റിക്കേഷനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട്, ആധാർ നിർബന്ധമാക്കാൻ വേണ്ടിയിട്ട്, ആധാറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ രീതിയിൽ ഈ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് കറക്റ്റ് അല്ല എന്നുള്ള പേരിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒരിക്കലും റിജക്റ്റ് ആവില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ആധാർ വെച്ചിട്ട് തന്നെ ആധാർ ഒതൻറ്റിക്കേഷൻ വഴി തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ വേറെയും കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിഗ്നേച്ചറിൻ്റെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബ്ലർഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. പക്ഷേ എന്താണ്, ആധാർ ബേസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി റിജക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആധാർ കൂടിയാണ് നിങ്ങൾ ആധാർ ഒതൻറ്റിക്കേഷൻ വഴി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ, കാരണം കൂടുതൽ ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അയ്യോ എൻ്റെ റിജക്റ്റ് ആയി പോകുമോ, കാരണം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വരുമ്പോഴത്തേക്ക് സിഗ്നേച്ചറൊക്കെ മിനിയേച്ചർ ഫോമിലായിരിക്കും വരിക. അയ്യോ അപ്പോൾ റിജക്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറേ നേരം നിൽക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നവരെ അവർ ആ കൺഫ്യൂസ്ഡ് ഫോമിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ ആധാർ ഒതൻറ്റിക്കേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ, കാരണം സിഗ്നേച്ചറിൻ്റെയും ഫോട്ടോഗ്രാഫിൻ്റെയും പ്രശ്നം കൊണ്ട് നിങ്ങളത് റിജക്റ്റ് ആവില്ല. സോ പിന്നെ പറയുന്നുണ്ട്, കറക്റ്റ് ലാസ്റ്റ് ഡേറ്റിൽ നിങ്ങൾ വെക്കരുത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവും. കാരണം എന്തെങ്കിലും ടീത്തിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ടീത്തിങ് ഇഷ്യൂസ് എല്ലാം സോൾവ് ആവണം. സോ ഒരു 1 വീക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ലാസ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ അത് വെക്കുകയും ചെയ്യരുത്. ഓക്കെ. പിന്നീട് പറയുന്നത് ഫീൻ്റെ കാര്യത്തിലാണ്. ഫീ വിമൻ കാൻഡിഡേറ്റിന് ഫീ ഇല്ല. ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും PWD ESM കാറ്റഗറിക്കാർക്കൊന്നും ഫീ 100 rupees ഇല്ല. അല്ല, ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഫീ 100 rupees ഉണ്ട്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് 100 rupees ഫീ ഉണ്ട്. അത് 5/7/2025 4/7/2025 ക്ലോസിംഗ് ഡേറ്റ്. അതിനുശേഷം നിങ്ങൾ വേണം 5/7/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഫീ റെസിപ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ എല്ലാ സാധനങ്ങളും സമ്മറിൽ റിജക്റ്റഡ് ആയിരിക്കും. ഫീ കിട്ടിയില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് എന്നതിൻ്റെ മുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ മുകളിൽ ഇൻകംപ്ലീറ്റ് ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് എന്ന് എഴുതിയ സാധനങ്ങളെല്ലാം റിജക്റ്റ് ചെയ്യപ്പെടും. ഇനി ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കറക്ഷൻ വിൻഡോ 9/7 മുതൽ 11/7 വരെ കറക്ഷൻ വിൻഡോ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ കറക്ഷൻ വിൻഡോ 9/7 മുതൽ 11/7 വരെ അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നോർമലി എല്ലാവരും കറക്റ്റ് ചെയ്യാറ് സിഗ്നേച്ചർ മിനിയേച്ചറായി പോയി എന്നുള്ള ഫീലിംഗ് കൊണ്ട് സിഗ്നേച്ചർ പുതിയത് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പലരും ചെയ്യാറ്. പക്ഷേ ആധാർ വെച്ചിട്ടാണ് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയതെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നീട് ഒരു ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കറക്ഷൻ ചാർജിന് 200 rupees ആണ് ഫീ. 2 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്താൻ പറ്റില്ല ആപ്ലിക്കേഷനിൽ. അതിൽ ഫസ്റ്റ് കറക്ഷൻ 200 രൂപ ഫീ ആണ്. സെക്കൻഡ് കറക്ഷന് 500 രൂപയാണ് ഫീ പറയുന്നത്. ഈ കറക്ഷന് ശേഷവും നിങ്ങൾ ഇൻകംപ്ലീറ്റ് എന്ന് കാണുകയാണെങ്കിൽ, പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതിൻ്റെ മുന്നേ നിങ്ങൾ അതായത് നിങ്ങൾ ഓൾറെഡി കറക്ഷൻ ചെയ്തു, അത് ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷേ ആദ്യം ചെയ്തത് കംപ്ലീറ്റ് ആണെങ്കിൽ ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വിൽ റിമെയിൻ വാലിഡ്. ഇൻകംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കറക്ഷൻ ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത സാധനങ്ങൾ ഒരിക്കലും വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഒറിജിനലി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനാണ് വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുക. ഇനി സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ ആണ്. സോ സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ നമുക്കിവിടെ കേരളത്തിലുള്ള കേരള കർണാടക റീജിയനിൽ നമ്മളുടെ കേരള കർണാടക റീജിയനിലുള്ള നമ്മളുടെ കേരളത്തിലുള്ള പോസ്റ്റുകൾ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കണ്ണൂർ ആൻഡ് ലക്ഷദ്വീപിലെ കവറത്തി കൂടി സെൻറ്ററുകളുണ്ട്. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ഏത് 3 ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അതായത് നിങ്ങളുടെ 3 പ്രിഫറൻസുകൾ ഏതൊക്കെ 3 സെൻറ്ററുകൾ നിങ്ങളുടെ പ്രിഫറൻസ് സെൻറ്റേഴ്സ് 3 വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി 2 tier-ലാണ് എക്സാം നടക്കുന്നത്. Tier 1, Tier 2 അതിലൊന്നും ഒരു മാറ്റമില്ല. നോർമലൈസ്ഡ് സ്കോറിന് 2/6/2025 പുതിയൊരു നോട്ടിഫിക്കേഷൻ SSC ഇറങ്ങിയിട്ടുണ്ട്. ആ നോർമലൈസേഷൻ ഫോർമുല പഴയ നോർമലൈസേഷൻ ഫോർമുലയല്ല. കാരണം 2024 Tier 2-ന് നോർമലൈസേഷൻ ഫോർമുലയ്ക്ക് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റിൽ അധികം ആൾക്കാർക്കും ജോബ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോർമലൈസേഷൻ ഫോർമുല ഈ വർഷം മുതൽ പുതിയതാണ്. അപ്പം
ഇവിടെ കൃത്യം പറയുന്നുണ്ട് ടെൻറ്റേറ്റീവ് ആൻസർ കീ ഓഫ് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി പ്ലേസ്ഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ. അത് കീ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വിൽ നോട്ട് ബി എൻ്റർടൈൻഡ്, അതിൽ ഓൺലൈൻ ഇതിൽ കൂടെ തന്നെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. And tentative answer keys will be scrutinized before finalizing the answer keys, and the decision of the commission in this regard will be final. The final answer keys will be used for processing the result of computer based examination. After the declaration of result of computer based examination എന്ന് പറയുന്നുണ്ട്, അതായത് ഫൈനൽ ആൻസർ കീ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് എന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ എന്ന് കൃത്യമായിട്ട് ഈ വർഷം പറയുന്നുണ്ട്. സോ എക്സാമിനേഷൻ ഷെഡ്യൂൾ ടെൻറ്റേറ്റീവ് ആണെന്ന് പറയുന്നത്. ഇനി മാർക്ക് സ്കീം ഓഫ് Tier 1 എക്സാമിനേഷൻ ആസ് യൂഷ്വൽ കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ 4 സെക്ഷനുകളായിട്ട് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ക്വസ്റ്റ്യൻസ് വീതം 50 മാർക്കിലാണ് നടക്കുന്നത്. 1 മണിക്കൂറാണ് ടൈം അലോട്ട് ചെയ്തത്. ടോട്ടൽ 200 മാർക്കിനാണ്. അതിൽ 0.5 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. 1/4 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. Tier 2 എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ രണ്ടാമത്തെ ഷെഡ്യൂളാണ്. Tier 2 എക്സാമിനേഷൻ ഷെഡ്യൂളിലും സ്കീം ഓഫ് ദ എക്സാമിനേഷൻ ഒരു മാറ്റമില്ല. സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 1 മാത്തമാറ്റിക്കൽ അബിലിറ്റീസ് ആൻഡ് റീസണിങ് 60 ക്വസ്റ്റ്യൻസ് 180 മാർക്ക് 1 മണിക്കൂർ കൊണ്ട് എഴുതണം. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ സെക്ഷൻ സ്റ്റോപ്പ് ആവും, നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സെക്ഷൻ 2 ഇംഗ്ലീഷും GK ആണ്. ടോട്ടൽ 70 ക്വസ്റ്റ്യൻ 210 മാർക്ക്. അപ്പോൾ 2 മണിക്കൂറായി. 2 മണിക്കൂറിന് ശേഷം ഇമീഡിയറ്റ്ലി കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഇതിൽ ആദ്യത്തെ 2 സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 2ൻ്റെയും ടോട്ടൽ മാർക്കായ 390 നിങ്ങളുടെ റാങ്ക് ടോട്ടൽ മാർക്ക് ഉള്ളത്. നെക്സ്റ്റ് സെക്ഷനായ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫയിങ് ആണ്. ഇത് ക്വാളിഫയിങ് ആണ്. 60 മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 60 മാർക്കിൽ നിങ്ങൾക്ക് 30% കിട്ടിയ 60-ൽ 18 മാർക്ക് നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായാൽ മതി. അല്ലെങ്കിൽ 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. പക്ഷേ ചില പോസ്റ്റുകൾക്ക് ഹയർ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിൻ്റെ മാർക്ക് സ്പെസിഫൈഡ് ആണ്. അത്തരം പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 27 മാർക്ക് ഈ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. സോ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. സോ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഒരു ഡാറ്റ എൻട്രി ടാസ്ക് ആണ്. 2000 വേർഡ്സ് ഫോർ 15 മിനിറ്റ്സ്. സോ 2000 വേർഡ്സ് നിങ്ങൾ 2000 കീ ഡിപ്രഷൻ നിങ്ങൾ 15 മിനിറ്റ്സിൽ 27 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളത് ഫിൽ ചെയ്തിരിക്കണം. ഡാറ്റ എൻട്രി ടെസ്റ്റ് ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഈ ഷെഡ്യൂളിലൊന്നും മാറ്റമില്ല. സ്കീമൊക്കെ കഴിഞ്ഞ വർഷത്തെ Tier 2 അതേ സ്കീം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ JSO പേപ്പറിനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റിനും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എഴുതണം. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ സാധനങ്ങളാണ്. പേപ്പർ 1 ബാക്കിയെല്ലാം പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങളെല്ലാം കമ്പൽസറിയാണ്. മാത്തമാറ്റിക്സ് ഇതിൻ്റെ എല്ലാം 2 hours 15 minutes എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നെഗറ്റീവ് മാർക്സിൻ്റെ കാര്യം പറഞ്ഞു. നെഗറ്റീവ് മാർക്സ് Tier 2 നെഗറ്റീവ് മാർക്സ് റൈറ്റ് ആൻസേഴ്സിന് 3 മാർക്കും നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. 1 മാർക്ക് പോകും. സോ ടോട്ടൽ 390 നിങ്ങളെ മാർക്ക് കൗണ്ട് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഈസ് മാൻഡേറ്ററി ബട്ട് ക്വാളിഫയിങ് നാച്ചർ. വെൽ ഷോർട്ട് ലിസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഈസ് പ്രിസ്ക്രൈബ്. ആ പോസ്റ്റുകൾ പറയുന്നുണ്ട്. നമ്മൾ ASO പോസ്റ്റുകൾ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റുകൾ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾ, പിന്നെ ഇൻസ്പെക്ടർ, CGST സെൻട്രൽ എക്സൈസ് പ്രിവെൻറ്റീവ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളൊരു പോസ്റ്റാണ് CGST. CBICയിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്. ഇതിനെല്ലാം ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 27 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് 27 മാർക്ക് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിരിക്കണം കമ്പ്യൂട്ടർ പ്രൊഫഷൻസിൽ അല്ലെങ്കിൽ സെക്ഷൻ 3 ഓഫ് പേപ്പർ 1 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഡാറ്റ എൻട്രി ടൈപ്പിംഗ് ടെസ്റ്റ് പറയുന്നു. നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് 15 മിനിറ്റ്സ് ആണ്. അതിൽ 2000 കീ ഡിപ്രഷൻ, നേരത്തെ പറഞ്ഞ പോലെ 2000 കീ ഡിപ്രഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പക്ഷേ ചിലതിന് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. എല്ലാ പോസ്റ്റും മാൻഡേറ്ററി ആണ്. പക്ഷേ ചില പോസ്റ്റുകൾ ടെസ്റ്റിന് ഹയർ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എറർ പെർസെൻറ്റേജ് നിങ്ങൾ 5% ഉള്ളിൽ നിർത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ പെർസെൻറ്റേജ് ഓൾറെഡി പറഞ്ഞത്, അതായത് ഇതിൽ പറയുന്നുണ്ട് ടാക്സ് അസിസ്റ്റൻറ്റിന് CBDT ദാറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദിസ്. അതിൽ PWD കാൻഡിഡേറ്റിനാണ് പറയുന്നത്. അത് ടെസ്റ്റിൻ്റെ പിന്നെ പറയുന്നുണ്ട്. ഇനി സിലബസ് ആണ്. ഈ സിലബസ് എന്ന് പറയുന്നത് മാറ്റമൊന്നുമില്ല. റീസണിങ് സിലബസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. GK, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ആണ്. ഇതിൽ പ്രത്യേകം പറയുന്നത് നിങ്ങൾ നോക്കുക, പാർട്ട് C വിൽ ബി ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ. പാർട്ട് C എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10th ലെവലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് വരിക. ഇനി Tier 2ൻ്റെ സിലബസിൽ ആകെ മാറ്റം കഴിഞ്ഞ വർഷമുള്ളതുപോലെ തന്നെയാണ്. അതായത് Tier 1നേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും കൂടുതലുണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി കൂടുതലുണ്ടാവും.
റീസണിങ്ങിൽ ക്രിട്ടിക്കൽ റീസണിങ് കുറച്ച് കൂടുതലായിട്ട് Tier 2 വരുന്നതാണ്. സിലബസിലല്ലാതെ വലിയ Tier 1ഉം Tier 2ഉം തമ്മിൽ വലിയ ചേഞ്ചുകളൊന്നുമില്ല. പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റിൻ്റെ സിലബസാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ, അത് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുന്ന ആൾക്കാർക്കുള്ളതാണ്. അഡ്മിഷൻ ടു എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ആധാർ എക്സാമിനേഷൻ സെൻറ്റർ 10 days ബിഫോർ നിങ്ങൾക്ക് വരും. എക്സാമിനേഷൻ സെൻറ്റർ എന്തായാലും 10 days ബിഫോർ വരും. ഇതിൽ നിങ്ങൾ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് അണ്ടർഗോൺ ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ വിൽ ബി റിക്വയർഡ് ടു റിപ്പോർട്ട് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ 2 hours ബിഫോർ ദ ഷെഡ്യൂൾ സ്റ്റാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം 8 മണിക്ക് തുടങ്ങുന്ന എക്സാം ഉണ്ടെങ്കിൽ 6 മണിക്ക് നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈം ആ ഒരു സമയത്ത് എത്തണം. അല്ലെങ്കിൽ 7 മണിക്ക് 9 മണിക്ക് തുടങ്ങുന്നതിന് 7 മണിക്ക് നിങ്ങൾ എത്തിയിരിക്കണം. ഇനിയല്ല ആധാർ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഗേറ്റ് ക്ലോസിങ്ങിൻ്റെ സമയം വരെ നിങ്ങൾക്ക് പെർമിറ്റഡ് ആണ്. അപ്പം മാക്സിമം ആധാർ വെച്ച് തന്നെ നിങ്ങൾ വെരിഫിക്കേഷൻ നടത്താൻ ശ്രമിക്കുക. അല്ലാത്ത ആൾക്കാർ ബാക്കി അഡ്മിഷൻ സെൻറ്ററിൽ നിങ്ങൾ ഇത്രയും വാലിഡ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം. ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഈ സാധനങ്ങളെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് കൊണ്ടുവരണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്താണെങ്കിൽ അഡീഷണൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുവരണം. ഫോട്ടോ ID കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ അതെന്തായാലും എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ബ്ലേഡ് ഫോട്ടോഗ്രാഫ്സിൻ്റെ ബ്ലേഡ് സിഗ്നേച്ചറിൻ്റെ കാര്യങ്ങളാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ ആധാറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഈ എൻട്രി സമയത്ത് നിങ്ങൾ ഐറിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെരിഫൈ ചെയ്യും. അപ്പം അത് വെച്ചിട്ടുള്ള നിങ്ങളുടെ എൻട്രി ആയതുകൊണ്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ അതിൽ സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യമാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എല്ലാം യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് 2022 CGL മുതൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എല്ലാം നടത്തുന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, നിങ്ങളുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതാണോ ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് നടത്തുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. ഇതിൽ പറയുന്നത് വേക്കൻസീസ് എന്തെങ്കിലും ഉണ്ട്, റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് ഇപ്പോഴത്തെ 14,582 വേക്കൻസി എന്ന് പറയുന്നത് ഓരോരോ യൂസർ ഡിപ്പാർട്ട്മെൻറ്റുകൾ അനൗൺസ് ചെയ്ത വേക്കൻസീസ് ആണ്. ആ വേക്കൻസീസിൽ എന്തെങ്കിലും മാറ്റം അതാത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റ്സിന് വരുത്താം. അതിനനുസരിച്ച് ഫൈനൽ വേക്കൻസീസിൽ വ്യത്യാസം വരാം എന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പറയുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റും റിസൾട്ട് ലിസ്റ്റും ഈ മൾട്ടി ഫാക്ടർ എക്സാമിനേഷനില്ല. ബട്ട് ആഫ്റ്റർ ഫൈനൽ റിസൾട്ട് സം വേക്കൻസീസ് റിമെയിൻ അൺഫിൽഡ് ആഫ്റ്റർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. Therefore, പറയുന്നുണ്ട് പ്രത്യേകം, in an endeavor to fill all the notified vacancies to maximum, the commission is contemplating to introduce a scheme for single round of post allotment sliding, seeking to fill up unfilled vacancies reported after document verification through extended cutoff. Implementation of this sliding scheme is subject to the approval of Government of India, and if approved, complete modalities of its implementation will be notified by the commission on its website. So അതൊരു എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആണ്. SSC പ്രിപ്പയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് റിസർവ് ലിസ്റ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും, അതായത് ഫൈനൽ അൺഫിൽഡ് വേക്കൻസീസ് റിപ്പോർട്ടഡ് ആഫ്റ്റർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനൊരു എക്സ്റ്റെൻഡഡ് കട്ട് ഓഫ് കൂടി വെക്കുമെന്നാണ് പറയുന്നത്. നോർമലി ഒരു കട്ട് ഓഫ് വെക്കും, എന്നിട്ട് നിങ്ങളുടെ വേക്കൻസീസ് അൺഫിൽഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേക്കൻസീസ് അൺഫിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി SSC CGL 2025 റിക്രൂട്ട് ചെയ്ത എല്ലാ വേക്കൻസീസും അതിൽ അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസീസിക്ക് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് കൂടി വെക്കും എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. സോ അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണം. ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ എക്സ്റ്റെൻഡഡ് കട്ട് ഓഫ് നിശ്ചയിക്കുന്നതെന്നും എങ്ങനെയാണ് റിസർവ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്നും കമ്മീഷൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം പുറത്തിറക്കുന്നു പറയുന്നുണ്ട്. പ്രിഫറൻസിൻ്റെ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് നമ്മൾ പറഞ്ഞ പോസ്റ്റിൻ്റെ 37 പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റിൻ്റെ എല്ലാം പ്രിഫറൻസുകൾ Tier 2ൻ്റെ എക്സാമിനേഷന് ശേഷം ആയിരിക്കും നോട്ടിഫൈ ചെയ്യുക. സോ Tier 2 എക്സാമിനേഷന് ശേഷം മാത്രമേ ആ പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ, പോസ്റ്റ് പ്രിഫറൻസ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ, മെഡിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഉള്ള പോസ്റ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. CBIC ഇൻസ്പെക്ടർ, എക്സാമിനർ, പ്രിവെൻറ്റീവ് ഓഫീസർ, CBN സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ CBN, NCBയിൽ സബ് ഇൻസ്പെക്ടർ, CBI, NIA സബ് ഇൻസ്പെക്ടർ, ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ പോസ്റ്റുകളൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാം അനക്ഷേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അനക്ഷർ 16 അനക്ഷർ 17 ഫിസിക്കൽ ടെസ്റ്റുകളാണ് സ്റ്റാൻഡേർഡുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ പോസ്റ്റുകൾക്ക് താല്പര്യമുള്ള ആൾക്കാരും ഫിസിക്കൽ ടെസ്റ്റുകൾക്ക് താല്പര്യമുള്ള ആൾക്കാരും ആ പോസ്റ്റുകളൊന്ന് നോക്കുക, ആ പ്രിഫറൻസുകൾ നോക്കുക. അത് ഇപ്പോഴേ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രിഫറൻസ് ഇപ്പം കൊടുക്കുന്നില്ല, ഇപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. പ്രിഫറൻസ് ഏറ്റവും ലാസ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം ആ സമയത്ത് മാത്രം നിങ്ങൾ നോക്കിയാലും മതി, നിങ്ങൾ ഏറ്റവും അവസാനം പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ അതൊന്നും ഇപ്പം വേണ്ട. അതൊക്കെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് സെപ്പറേറ്റ് മെയിൽ വരും, നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ആ സമയത്ത് കൊണ്ടുപോകണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും ഇതൊന്നും അഫിഡവിറ്റും ബാക്കി ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനി മോഡ് ഓഫ് സെലക്ഷനാണ്. മോഡ് ഓഫ് സെലക്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. മിനിമം ക്വാളിഫയിങ് മാർക്സ് Tier 1 Section 1, Section 2 ആൻഡ് Section 3 ഓഫ് പേപ്പർ 1 ഓഫ് Tier 2, പേപ്പർ 2 ഓഫ് Tier 2 എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പേപ്പർ 1
30% മാർക്ക് UR വേണം. പേപ്പർ 2 നിങ്ങൾ 30% മാർക്ക് സെപ്പറേറ്റ്ലി വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. അതെന്തായാലും നിങ്ങൾ റിസൾട്ട് കിട്ടുന്ന ഒരാൾക്ക് 30% മാർക്ക് ഒരു പേപ്പർ ഇല്ലെങ്കിൽ ടോട്ടൽ എന്തായാലും അവർ ആ ഒരു ഫൈനൽ കട്ട് ഓഫിൻ്റെ പുറത്ത് പോകും. സോ ഇത് ഇറലവൻ്റ് ആണ്. പിന്നെ എറേഴ്സ് അലൗഡ് ആണ്. ടെസ്റ്റിൻ്റെ എറർ എന്ന് പറയുന്നത് നിങ്ങൾ UR 20% എറർ അലൗഡ് ആണ്. ടൈപ്പിംഗ് ടെസ്റ്റിന് നിങ്ങൾ 20% അലൗഡ് ആണ്. OBCക്ക് 25% എറർ അലൗഡ് ആണ്. 25 എറേഴ്സ് വിത്തിൻ 20% വിൽ നോട്ട് ബി കൗണ്ടഡ് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റ് അതർ കാറ്റഗറീസ് 30% ആണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാണ് ഇത്, എങ്ങനെയാണ് 390 നിങ്ങൾ മാർക്ക് പറയുന്നത്. സോ പേപ്പർ 1 ബാക്കിയെല്ലാം മാൻഡേറ്ററി ആണ് എന്നാണ് പറയുന്നത്. പിന്നെ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ കാര്യം ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്നും നമ്മൾ എന്തില്ല, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. Tier 2 എക്സാമിനേഷന് 390 മാർക്കിനാണ് നിങ്ങൾ ടോട്ടൽ മാർക്ക് കൗണ്ട് ചെയ്യുന്നത്. ആ 390 മാർക്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയോ, പിന്നെ ടൈ സോൾവ് ചെയ്യുന്നതാണ്. അതൊന്നും വലിയൊരു വിഷയമല്ല. പിന്നെ മിസ്കണ്ടക്ട് ചെയ്താൽ നമ്മൾ എന്തൊക്കെ ഡീബാർമെൻറ്റ് എന്തൊക്കെയാണ്, എത്ര പീരീഡാണ് കിട്ടുക എന്നുള്ളതാണ് അവസാനം പറയുന്നത്. സോ ഒരുവിധം നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതായത് SSC CGL 2025 നോട്ടിഫിക്കേഷനിൽ 15,000-ഓളം 14,500-ഓളം വേക്കൻസീസ് ഉണ്ട്. ആ വേക്കൻസീസ് വീണ്ടും കൂടെ. ലാസ്റ്റ് ഇയർ 17,000 വേക്കൻസീസ് ആയിരുന്നു, 17,000 സംതിങ് വേക്കൻസീസ് ആയിരുന്നു നോട്ടിഫൈ ചെയ്ത സമയത്ത്. അത് 18,500-ന്റെ മുകളിലേക്ക് പോയി. ഈ വർഷം 14,500 സംതിങ് വേക്കൻസീസ് ആണ് ഉള്ളത്. അതിൽ ചിലപ്പം പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് വരാം. സോ വേക്കൻസീസ് ഇനിയും നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഓൾമോസ്റ്റ് 2 വർഷം അടുപ്പിച്ച് അത്യാവശ്യം നല്ല വേക്കൻസീസ് SSC CGL വരുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അടുപ്പിച്ച് 2 വർഷം ടോട്ടൽ വേക്കൻസീസ് 15,000-ന്റെ മുകളിൽ കിടക്കുന്നത് ഇമീഡിയറ്റ് ഒരു ഇതിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സോ എല്ലാവരും ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് 4/7/2025 അതിൻ്റെ ഒരാഴ്ച മുന്നേ ജൂൺ മാസത്തിൽ തന്നെ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് വെക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓഗസ്റ്റിലാണ് എക്സാം നടക്കുന്നത്. സോ Tier 1 ക്ലിയർ ചെയ്തിട്ട് Tier 2 കൂടി ഈ വർഷം തന്നെ കഴിഞ്ഞിട്ട് ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ജോബ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.